Good morning, students. At the university question is a random variable x has the following probability distribution. X takes the values -2, -1, 0, 1, 2, 3. Then f of x equal to 0.1, 15k square, 0.2, 2k, 0.3, 3k. Now, find the value of k and mean and variance of x. This is the June 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണ്? സിഗ്മ f of x is equal to 1. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 0.1 plus 15k square plus 0.2 plus 2k plus 0.3 plus 3k is equal to 4. എന്ന് പറഞ്ഞാൽ 15k square ആയിട്ട് 2k plus 3k എന്ന് പറഞ്ഞാൽ 5k, then 0.2, 0.3, 0.1, 0.6 that is equal to 15k square plus 5k ഈ 1 കൂടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0.4 is equal to 0. ഒരു ക്വാഡ്രാറ്റിക് ആണ് കിട്ടുന്നത്. ഈ ക്വാഡ്രാറ്റിക്കേഷന് k കണ്ടുപിടിക്കാം. k കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? -5 പ്ലസ് ഓർ മൈനസ് b സ്ക്വയർ മൈനസ് 4ac. b സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25 മൈനസ് b സ്ക്വയർ മൈനസ് 4ac. 4 15 60, 60 into 4 0.4, അപ്പോൾ 24. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആവും, പ്ലസ് 24. b സ്ക്വയർ മൈനസ് 4ac ആണ്. ഇവിടെ c എന്നുള്ളത് -0.4 ആയതുകൊണ്ട് പ്ലസ് 24 ആവും, ഡിവൈഡഡ് ബൈ 30. നമുക്ക് എന്ത് കിട്ടും? -5 പ്ലസ് ഓർ മൈനസ് 25 പ്ലസ് 24 എത്രയാണ്? 49 ആണ്. 49 റൂട്ട് എത്രയാണ്? 7 ആണ്. 7/30. ദാറ്റ് ഈസ് -5 പ്ലസ് 7. -5 പ്ലസ് 7 എത്രയാണ്? അപ്പോ 2 ഡിവൈഡഡ് ബൈ 30 ഒരു വാല്യൂ കിട്ടും. അടുത്ത വാല്യൂ എത്രയാണ്? -5 -7, അതായത് -12 ഡിവൈഡഡ് ബൈ 30. ഇത് നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പൊ കെയുടെ വാല്യൂ 2/30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/50. അപ്പോൾ വാല്യൂ ഓഫ് കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് വാല്യൂ ആൻസർ കെയുടെ വാല്യൂ എത്രയാണ്? 1/15 ആണ് കെയുടെ വാല്യൂ. കെ ഈസ് ഈക്വൽ ടു 1/15. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മീനും വേരിയൻസും ഇതിൽ കണ്ടുപിടിക്കണം. എന്താണ് മീൻ, എന്താണ് വേരിയൻസ് എന്താണ് കണ്ടുപിടിക്കുക. അപ്പൊ കെയുടെ വാല്യൂ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. The value of k is equal to 1/50. ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? മീൻ is equal to expectation of x. Expectation of x എന്താണ്? സിഗ്മ x into f of x. x into f of x. ഇവിടെ -0.2 -2 into 0.1 plus -1 into 15k square plus 0 into 0.2 plus 1 into 2k plus 2 into 0.3 plus 3 into 3. അതാണ് പ്രോബബിലിറ്റിനെ കറസ്പോണ്ടിങ് x കൊണ്ട് നമ്മൾ ഗുണിച്ചപ്പോൾ -2 into 0.1 -1 into 15k square 0 into 0.2 plus 1 into 2k plus 2 into 0.3 plus 3 into 3. ഇത് നമുക്കത് ഗുണിച്ചു നോക്കാം. -2 into 0.1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 into 0.1 എന്ന് പറഞ്ഞാൽ -0. ഫസ്റ്റ് വാല്യൂ നമുക്ക് എത്ര കിട്ടി? -0.2. അടുത്ത എത്രയാണ്? -15k സ്ക്വയർ. അടുത്ത 0 ഇട്ടു. അടുത്ത എത്രയാണ്? 2k. അടുത്ത എത്രയാണ്? 0.6. അടുത്ത എത്രയാണ്? 90. അത് ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -0.2 -15k സ്ക്വയർ 0 2k 0.6 90. ഇനി ഇതിൽ നമുക്ക് -15k സ്ക്വയർ ആദ്യം കിട്ടുന്നു. ഇത് എഴുതി 2k 9k. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11k കിട്ടും. 0.6 ഉം
minus 0.2 എത്രയാണ് 0.4. അപ്പൊ നമുക്ക് കിട്ടുന്നത് minus 15k² plus 11k 0.4. അതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കെയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത് -15 into കെയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ therefore കെയുടെ വാല്യൂ -15 into കെയുടെ വാല്യൂ എത്രയാണ് 1/15 ആണ്. 1/15 സ്ക്വയർ പ്ലസ് 11 into 1/15 പ്ലസ് 0.4. അപ്പോൾ ഒരു 15 കട്ട് ചെയ്ത് പോയി. -1/15 പ്ലസ് 11/15 പ്ലസ് 0.4 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ അതിൽ നിന്ന് ഒന്നും പറഞ്ഞാൽ 10/15 പ്ലസ് 0.4. 10 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ 10/15 പ്ലസ് സിംപ്ലിഫൈ ചെയ്തെടുക്കും. അപ്പോൾ 10 പ്ലസ് 15 into 0.4 അപ്പൊ 66 ഡിവൈഡഡ് ബൈ 16/15. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടുന്ന എത്രയാണ് 16/15. അപ്പൊ മീൻ കിട്ടിക്കഴിഞ്ഞു. മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 16/15 എന്ന് നമുക്ക് ആൻസർ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്ത് മീൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി അതാത് വേരിയബിൾ കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഗുണിച്ചു കഴിയുമ്പോൾ -2 into 0.1 -1 into 15k², 0 into 0.2, 1 into 2k, 2 into 0.3, 3 into 3k. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടി -0.2 -15k² plus 0 plus 2k plus 0.6 plus 9k. അതായത് -15k² plus 11k ഇപ്പോൾ -0.2 -0.6 കൂട്ടുമ്പോൾ -0.4. ഇനി നമ്മൾ കെയുടെ വാല്യൂ 1/15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ -15 into 1/15 സ്ക്വയർ പ്ലസ് 11 into 1/15 പ്ലസ് 0.4. ഒരു 15 കട്ട് ചെയ്ത് കളയുമ്പോൾ -1/15 പ്ലസ് 11/15 പ്ലസ് 0.4. അപ്പൊ നമുക്ക് ഇവിടെ കൂട്ടി കഴിയുമ്പോൾ 10/15 പ്ലസ് 0.4. 10 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 15 അതായത് 16/15. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അടുത്ത വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇതാണ് ഫോർമുല. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് -2 സ്ക്വയർ into 0.1 പ്ലസ് -1 സ്ക്വയർ into 15k² പ്ലസ് 0 സ്ക്വയർ into 0.2 പ്ലസ് 1 സ്ക്വയർ into 2k പ്ലസ് 2 സ്ക്വയർ into 0.3 പ്ലസ് 3 സ്ക്വയർ into 3. അപ്പൊ -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 0.4. ആദ്യത്തെ വാല്യൂ നമുക്ക് എത്ര കിട്ടണേ 0.4. അടുത്ത് നമുക്ക് -15k² അല്ല ഇവിടെ -1 സ്ക്വയർ ആണ്. -1 സ്ക്വയർ വരുമ്പോ +1 ആണ്. പ്ലസ് 15k² വരും. അടുത്ത ടൈം നമുക്ക് 0 ആയിരിക്കും. അടുത്ത ടൈം എന്താണ് 2k വരും. അടുത്ത ടൈം എന്താണ് 4 into 0.3. 4 into 0.3 എത്രയാണ് 1.2 വരും. 3 സ്ക്വയർ into 3k എന്ന് പറയുമ്പോൾ 9 into 27k. ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1015k² വരും. 1000 കിട്ടി. ഇനി 2k plus 27k എന്ന് പറഞ്ഞാൽ 29k. ഈ രണ്ട് ടേം എടുത്തു. ഈ 1.2 മൈനസ് 0.4 1.2 ഇവിടെ നമുക്ക് പ്ലസ് ആണ്. പ്ലസ് കാരണം -2 സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 4 ആണ്. പ്ലസ് 4 into 0.1 എന്ന് പറയുമ്പോൾ പ്ലസ് 0.4 ആണ്. 0.4 1.2 കൂട്ടുമ്പോൾ 1.6 പ്ലസ് 1.6. ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 15 into k എന്ന് പറഞ്ഞാൽ എന്താണ് 1/15 സ്ക്വയർ. k 1/15 ആണ്. 1/15 സ്ക്വയർ പ്ലസ് 29 into 1/15 plus 1.6.
ദാറ്റ് ഈസ് ഒരു 15 കട്ട് ചെയ്ത് കളഞ്ഞു 1/15. അപ്പൊ 29 1 30 30/15 പ്ലസ് 1.6 30/15 പ്ലസ് 1.6. ഇനി നമ്മൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 30/15 ഇവിടെ നമുക്ക് ഒരു 29 30/15 പ്ലസ് 1/. ഈ 30/15 എങ്ങനെ എഴുതാം? നമുക്ക് 2 കൊണ്ട് വെട്ടാം. അപ്പോ 2 പ്ലസ് 1.6 30/15 29 1 30 അല്ലെ? 2 പ്ലസ് 1.6 വരും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3.6. അപ്പൊ 3.6 ആണ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി 3.6. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അടുത്ത നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. വേരിയൻസ് ഓഫ് എക്സ് കാണാനായിട്ടുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എത്രയാണ്? 3.6 ആണ്. മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? 16/15 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് 3.6 മൈനസ് 16 സ്ക്വയർ എന്ന് പറയുമ്പോൾ 256/225. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.6 നിന്ന് 256/225 നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 554/225 എന്നാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ. കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 554/225. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മീൻ കിട്ടി, കെയുടെ വാല്യൂ കിട്ടി. 3 വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 554/225 കിട്ടും. അപ്പൊ വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്ത ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അത് 3.6 കിട്ടി. അതിന് നമ്മൾ എന്ത് കുറച്ചു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ കുറച്ചു, 16/15 ഹോൾ സ്ക്വയർ. അപ്പൊ 3.6 മൈനസ് 256/225. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 554/225. ഇത് ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.